കല്ല് റോഡിൻ്റെ നടുവ് കുറച്ച് നടുവിലായിരുന്നു, കുറച്ച് സൈഡിലായിപ്പോൾ. ഇനി അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പള്ളിക്കുറുപ്പിലൂടെ വിയക്കുറിശി വഴി മണ്ണാർക്കാട്. അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ഈ വീഡിയോ ഇതിന് മുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതേപോലെ മുന്നിലും സൈഡിലൊക്കെ വാഹനങ്ങൾ തോന്നിയ മാതിരി നിർത്തിയിട്ടുണ്ടാകും. നിങ്ങൾ ദേഷ്യപ്പെടാൻ പോകരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അവർ മനസ്സിലാക്കില്ല. മറ്റുള്ള വാഹനങ്ങൾ സൈഡ് തന്നാൽ ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഹോൺ അടിക്കുക. ഹോൺ മുടക്കിയിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഒരാളെത്തും അനാവശ്യമായിട്ട് തട്ടിക്കയറാൻ നിൽക്കരുത്. അത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം. പിന്നെ നിങ്ങൾ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ വലിയ നിലയിലോ നിങ്ങൾ പണവും പദവിയും ഉള്ള ആളുകളായിരുന്നാൽ കുഴപ്പമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. എന്നാലും അവരുടെ അടുത്തൊരു ബാക്കപ്പ് ഉണ്ടാവും. നിങ്ങൾ ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു ബാക്കപ്പ് സൈന് അവിടെ കൊടുത്തിട്ടാണ് നിങ്ങൾ പോവുക. അപ്പോൾ ഡ്രൈവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ, അതുപോലുള്ളൊരു സംഭവമാണ് ശരിക്കും ഡ്രൈവിങ് ആൻഡ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ സ്പീഡിൽ പോകുന്ന ഒരു ഡ്രൈവറാണെങ്കിൽ നിങ്ങൾ രണ്ട് സൈഡും, ഇടതുവശവും വലതുവശവും പിന്നെ ബാക്കിലും മുന്നിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ എവിടെയാണ് വേണ്ടതെന്നറിയോ? സ്പീഡിൽ പോകുമ്പോൾ നിങ്ങളൊരു 60 സ്പീഡ് മാക്സിമം, നമുക്ക് ഒരു 60 സ്പീഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഇരുവശങ്ങളിലും പിന്നിലും ആണ്. മുന്നിലുള്ള കാഴ്ച നിങ്ങൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടും, പക്ഷേ ഇരുവശങ്ങളിലും ബാക്കിലും ഉള്ള കാഴ്ചകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ്സിലൂടെ നോക്കിയിട്ട് വേണം വാഹനം ഡ്രൈവ് ചെയ്യാൻ. അത് നിങ്ങൾക്കും നിങ്ങളുടെ വാഹനത്തിനും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനും ഒരു പ്രൊട്ടക്ഷനാണത്. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി എത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയുന്നത് പിന്നിലും ഇടതുവശത്തും വലതുവശത്തും എന്നായിരിക്കും അവർ പറയുക. മുന്നിലുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ്. അത് നമ്മുടെ എന്താ പറയുക. ഇനി ഇടതുവശത്തേക്കാണ് എനിക്ക് ഓട്ടമുള്ളത്. ഇവിടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കൈതച്ചക്ക വിളയുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട്. അത് കാണിച്ചു തരാൻ. പിന്നെ മണ്ണാർക്കാട്ടേക്ക് നല്ല വഴി ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വിയക്കുറിശി മെയിൻ ഹൈവേക്കിലും പോവാം, ഇങ്ങനെ ചേലേങ്കര വഴിയും പോവാം, ഇതേപോലെ അപ്പുറത്തേക്കിലും പോവാം. ഏതാണ് നല്ല റോഡ് എന്ന് നിങ്ങൾ പറയാം. അതൊക്കെ നല്ല രസമായിട്ട് കാണാം. അപ്പുറത്ത് മറ്റേ കൈത ചക്കയുടെ തോട്ടാണ്. ആർക്കാണ് ഭയം, ആർക്കാണ് പേടി, ആർക്കാണ് ഉൾക്കണ്ട, വയസ്സായ അവർക്കാണ് ഏറ്റവും വലിയ
ഞങ്ങൾ കയറ്റി തരാം. ഇതിപ്പോ ഒരു ആശുപത്രിയുടെ രംഗാട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ, നിരവധി ആൾക്കാർ രോഗങ്ങളിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ സാഹചര്യങ്ങളാണ്. അതും കൂടാതെ പിന്നെന്താ പറയുക, ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്. 250 വരുന്നത് നിങ്ങൾക്ക് കമ്മിയാക്കി ഇത് കേട്ട് വിളിച്ചാൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഇതിലെന്താ ചെയ്യാൻ പറ്റുള്ളൂ അറിയോ? ആരോഗ്യപരമായ കേരളം എന്നൊക്കെ പറയില്ലേ, അത് ഇനി എന്തായാലും കിട്ടില്ല. ഇനി ആരോഗ്യമില്ലാത്ത കേരളം ഏത്